നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഇന്ന് പീരീഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. കുറച്ച് പേർ മെസ്സേജ് ചെയ്ത് ചോദിച്ചതിനാലെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പീരീഡ്സ് ആയാൽ എത്ര ദിവസം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോകാം, വീട്ടിൽ എപ്പോൾ വിളക്ക് കൊളുത്താം, നാമം ജപിക്കാമോ എന്നൊക്കെയാണ് ഒരുപാട് പേർക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ തറവാടുകളിൽ ഫോളോ ചെയ്തിരുന്നത്, ഒരു സ്ത്രീ പീരീഡ്സ് ആയാൽ 3 കുളിച്ച് 4ാമത്തെ ദിവസം കിച്ചണിൽ കയറും. എന്നാൽ ഇന്ന് അതൊന്നും ആരും ഫോളോ ചെയ്യുന്നില്ല. കാരണം ഒരു വീട്ടിൽ ഒരു സ്ത്രീ മാത്രമേ കാണുകയുള്ളൂ. മിക്കവാറും വീടുകളുടെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെ അവർ അത് ഫോളോ ചെയ്യും? അങ്ങനെ അവർക്ക് അത് ഫോളോ ചെയ്താൽ വീട്ടിൽ ഭക്ഷണം വെക്കണമല്ലോ. ഇന്ന് അതൊന്നും ആരും നോക്കുന്നില്ല. പീരീഡ്സ് കഴിഞ്ഞ് എന്ന് മുതൽ ക്ഷേത്രത്തിൽ പോകാമെന്നാൽ 7 രാത്രി കഴിഞ്ഞ് കുളിച്ച് 8ാമത്തെ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോകാം. അതും ശിവക്ഷേത്രം ഒഴികെ ബാക്കി എല്ലാ ക്ഷേത്രത്തിലും പോകാം. ശിവക്ഷേത്രത്തിൽ 9 രാത്രി കഴിഞ്ഞ് 10ാമത്തെ ദിവസം രാവിലെ കുളിച്ച് പോകാവുന്നതാണ്. ശരീരശുദ്ധി വരുത്തിയിരിക്കണം. പീരീഡ്സ് നിന്ന് 3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ശിവക്ഷേത്ര ദർശനം പാടുള്ളൂ. ഇനി പീരീഡ്സ് ടൈം വ്രതമെടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല. കാരണം മൂഡ് സ്വിങ്സ് ഉണ്ടായിട്ട് സ്ത്രീകൾ ടയേർഡാകുന്ന സിറ്റുവേഷനാണ്. ആ ടൈം ഭക്ഷണം കഴിക്കാതെ വ്രതമെടുത്താൽ അത് ഹെൽത്തിനെ ബാധിക്കും. അതിനാൽ ബോഡി ടയേർഡായിട്ട് ഹെൽത്ത് വളരെ മോശമായിരിക്കും. സോ വ്രതമെടുക്കാൻ പാടില്ല. എന്നാൽ ദൈവിക ചിന്തകൾ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ദൈവ ചൈതന്യം എല്ലാവരിലും വസിക്കുന്നുണ്ട്. അശുദ്ധിയായതിനാൽ മാറ്റി നിർത്തുന്നതല്ല. ബോഡി ഹീറ്റാകുന്നതിനാലേ ഈ ടൈം സ്ത്രീകൾ മെൻ്റലിയും ഫിസിക്കലിയും റെസ്റ്റ് അത്യാവശ്യമാണ്. പുരാതന കാലം മുതൽക്കേ സ്ത്രീകളുടെ ശരീരത്തിൽ വരുന്ന മാറ്റത്തിൽ അവർക്ക് റെസ്റ്റ് കൊടുത്ത് റെസ്പെക്റ്റും ആദരവും നൽകി പോരുന്ന പഴക്കമാണുള്ളത്. പിന്നെ വ്രതമെടുത്തേ മതിയാവൂ എന്നുള്ളവർക്ക് 5th ഡേ കുളിച്ച് വ്രതമെടുക്കാവുന്നതാണ്. പക്ഷേ ഹരിനാമ കീർത്തനം മാത്രമേ ചൊല്ലാവൂ. മറ്റ് നാമങ്ങളൊന്നും ചൊല്ലണ്ട. മൂലമന്ത്രം ഒരു കാരണവശാലും ചൊല്ലരുത്. 5th ഡേ കുളിച്ച് ശുദ്ധിയായാലും ബ്ലീഡിംഗ് നിന്നാൽ മാത്രമേ നാമങ്ങൾ ചൊല്ലാവൂ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. അത് ശുദ്ധമാവുന്നത് നോക്കി ചെയ്യുക. ശുദ്ധമായാൽ 7 കുളിച്ച് രാവിലെ വീട്ടിൽ വിളക്ക് കത്തിക്കാം. പിന്നെ ഓരോ നാട്ടിൽ ഓരോ ആചാരമാണ്. തമിഴ്നാട്ടിൽ 3 രാത്രി കഴിഞ്ഞ് 4ാമത്തെ ദിവസം രാവിലെ കുളിച്ച് വീട്ടിൽ വിളക്ക് കത്തിക്കാറുണ്ട്. അതുപോലെ ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ 5 കുളിച്ച് രാവിലെ വിളക്ക് കത്തിക്കുന്ന വീടുകളുമുണ്ട്. പക്ഷേ ശുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ചെയ്യാവൂ. ഇനി വീട്ടിൽ ഒരാൾക്ക് പീരീഡ്സ് ആയാൽ മറ്റൊരാൾക്ക് വിളക്ക് കൊളുത്താമോ എന്നുള്ളത്, തീർച്ചയായും കൊളുത്താം. ആ വീട്ടിൽ ഹസ്ബൻഡോ കുട്ടികൾക്കോ വയസ്സായവർക്കോ ആർക്ക് വേണമെങ്കിലും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നാൽ കുട്ടികൾക്ക് പീരീഡ്സ് ആയാൽ അമ്മമാർക്ക് വിളക്ക് കൊളുത്താം. കുളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് 20 മിനിറ്റോളം ദീപം അണയ്ക്കാതെ വയ്ക്കുക. അത് കഴിഞ്ഞ് അണച്ച് പൂജാമുറി അടച്ച് കുട്ടികളുടെ കൂടെ വന്ന് ഇരിക്കാവുന്നതാണ്. ഇനി ഉമ്മറത്താണ് വിളക്ക് കൊളുത്തുന്നതെങ്കിൽ പീരീഡ്സ് ആയവർ 30 മിനിറ്റ് ഉമ്മറത്ത് വരാതെ ശ്രദ്ധിക്കണം. പിന്നെ പീരീഡ്സിന് 3 ദിവസം മുന്നേ മുതൽ ക്ഷേത്ര ദർശനം പാടുള്ളതല്ല. ശിവക്ഷേത്രത്തെ നോക്കിയാൽ 7 ദിവസം മുന്നേ ശിവക്ഷേത്ര ദർശനം ഒഴിവാക്കേണ്ടതാണ്. ഇനി പീരീഡ്സ് കഴിഞ്ഞ ശേഷം വീട് ക്ലീനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ യൂസ് ചെയ്ത ബെഡ്ഷീറ്റ്, പില്ലോ കവർ എല്ലാം വാഷ് ചെയ്യണം. വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ പൂജാമുറിയിൽ പോകുമ്പോൾ രാവിലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട ശേഷം പൂജാമുറി തുടച്ച് വിളക്ക് കഴുകി തുടച്ച് വിളക്ക് കത്തിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പുണ്യജലം കിട്ടിയാൽ അതും തളിക്കാവുന്നതാണ്. സാമ്പ്രാണിയും പുകയ്ക്കാം. ഇതൊക്കെ മതി ഒരു വീട് ക്ലീൻ ആകുന്നതിന്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.
ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരെ